ആരാണ് ഡോക്ടർ ഡാനിയൽ ഹെയിൽ വില്യംസ്? ഒരു മനുഷ്യനിൽ തുറന്ന ഹൃദയ ശസ്ത്രക്രിയ അഥവാ ഓപ്പൺ ഹാർട്ട് സർജറി നടത്തിയ ആദ്യത്തെ ഡോക്ടറായിരുന്നു ഡോക്ടർ വില്യംസ്. അദ്ദേഹത്തിനുമുണ്ട് എല്ലാവരെയും പ്രചോദിപ്പിക്കുന്ന ഒരു കഥ. 1856 ജനുവരി 18 അമേരിക്കയിലെ പെൻസിൽവാനിയയിലെ ഹോളിഡേയ്സ്ബർഗിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെ 8 മക്കളിൽ മൂത്ത മകനാണ് ഡാനിയൽ. അദ്ദേഹത്തിന് ഏകദേശം 10 വയസ്സ് പ്രായമുള്ളപ്പോൾ അച്ഛൻ ട്യൂബർക്യുലോസിസ് ബാധിതനായി മരണപ്പെടുന്നു. പിന്നീട് ഡാനിയൽ ഒരു ഷൂ നിർമ്മാതാവിന്റെ ശിഷ്യനായി. ഡാനിയലിന് തീരെ താല്പര്യമില്ലാത്ത ജോലിയായിരുന്നതുകൊണ്ട് തന്നെ അദ്ദേഹം തിരിച്ച് കുടുംബത്തോടൊപ്പം താമസം തുടങ്ങി. പിന്നീട് അദ്ദേഹം സ്വന്തമായി ബാർബർ ഷോപ്പ് തുടങ്ങി. ഒടുവിൽ ഡാനിയൽ തന്റെ വിദ്യാഭ്യാസം തുടരാൻ തീരുമാനിച്ചു. തുടർന്ന് പ്രഗത്ഭനായ സർജനായി കണക്കാക്കപ്പെട്ടിരുന്ന ഡോക്ടർ ഹെൻറി പാൽമറിനൊപ്പം അപ്രന്റീസായി ഡാനിയൽ പ്രവർത്തിച്ചു. 1883 ചിക്കാഗോ മെഡിക്കൽ കോളേജിൽ നിന്നും ഡാനിയൽ MD ബിരുദം നേടി. 1889 അദ്ദേഹം ഇല്ലിനോയി സ്റ്റേറ്റ് ബോർഡ് ഓഫ് ഹെൽത്ത് അഥവാ ഇപ്പോൾ അറിയപ്പെടുന്ന ഇല്ലിനോയി ഡിപ്പാർട്ട്മെന്റ് ഓഫ് പബ്ലിക് ഹെൽത്തിൽ നിയമിതനായി. വർണ്ണവിവേചനം നിലനിന്നിരുന്ന കാലഘട്ടത്തിലാണ് ഡോക്ടർ വില്യംസ് പരിശീലനം നടത്തിയിരുന്നത്. ഈ രീതിയെ പ്രതിരോധിക്കാൻ ഡോക്ടർ വില്യംസ് പ്രൊവിഡന്റ് ഹോസ്പിറ്റലും നഴ്സുമാർക്കായുള്ള പരിശീലന സ്കൂളും സ്ഥാപിച്ചു. ആഫ്രിക്കൻ അമേരിക്കക്കാരെ നിയമിക്കുന്ന നഴ്സിംഗ് ഇന്റേൺ പ്രോഗ്രാമുള്ള രാജ്യത്തെ ആദ്യത്തെ ആശുപത്രിയായി ഇത് ഉയർന്നു. 1893 ഒരു മനുഷ്യനിൽ ആദ്യത്തെ തുറന്ന ഹൃദയ ശസ്ത്രക്രിയ നടക്കുന്നത്. അത് നടത്തിയത് ഡോക്ടർ വില്യംസ് ആണ്. പ്രൊവിഡന്റ് ഹോസ്പിറ്റലിൽ വെച്ചാണ് ശസ്ത്രക്രിയ നടത്തിയത്. എക്സ്റേ, ആന്റിബയോട്ടിക്കുകൾ, ശസ്ത്രക്രിയ തയ്യാറെടുപ്പുകൾ, ആധുനിക ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ഒന്നുമില്ലാതെയാണ് ഓപ്പറേഷൻ നടത്തിയത്. ഈ ശസ്ത്രക്രിയയിലൂടെ മെഡിക്കൽ രംഗത്തെ നാഴികക്കല്ലായി മാറുകയായിരുന്നു അദ്ദേഹവും പ്രൊവിഡന്റ് ഹോസ്പിറ്റലും. ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ ജെയിംസ് കോണിഷ് രക്ഷപ്പെടുകയും 51 ദിവസത്തിനു ശേഷം അദ്ദേഹം ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തു. 1894 വാഷിംഗ്ടണിലെ ഫ്രീഡ്മെൻസ് ഹോസ്പിറ്റലിലേക്ക് ചീഫ് സർജനായി ഡോക്ടർ വില്യംസിനെ നിയമിച്ചു. തുടർന്ന് 1895 കറുത്ത വർഗക്കാരായ മെഡിക്കൽ പ്രാക്ടീഷണർമാർക്കായി നാഷണൽ മെഡിക്കൽ അസോസിയേഷൻ എന്ന സംഘടന അദ്ദേഹം സ്ഥാപിച്ചു. 1898 ഡോക്ടർ വില്യംസ് ഫ്രീഡ്മെൻസ് ഹോസ്പിറ്റലിൽ നിന്നും വിരമിച്ച് പ്രൊവിഡന്റിലേക്ക് മടങ്ങി. പിന്നീട് അദ്ദേഹം കുക്ക് കൗണ്ടി ഹോസ്പിറ്റലിലേക്കും പിന്നീട് സെന്റ് ലൂക്കിലേക്കും മാറി. 1899 മുതൽ ഏകദേശം 20 വർഷം മെഹാരി മെഡിക്കൽ കോളേജിൽ സേവനമനുഷ്ഠിച്ച അദ്ദേഹം 1913 അമേരിക്കൻ കോളേജ് ഓഫ് സർജൻസിന്റെ ചാർട്ടേഡ് അംഗമായി. 1931 അദ്ദേഹത്തിന് ഒരു സ്ട്രോക്ക് ഉണ്ടാകുകയും 5 വർഷത്തിനു ശേഷം മരണപ്പെടുകയും ചെയ്തു. ലോകത്തെ തന്നെ മാറ്റിമറിച്ച മറ്റൊരു ഡോക്ടറിന്റെ കഥയുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.